ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എസിങ്ടൺ ഫാമിലേക്കാണ്. അപ്പോൾ ഇവിടെ സ്ട്രോബെറി ഫ്രൂട്ട് പിക്കിംഗ് ആണ് മെയിൻ. സ്ട്രോബെറിയാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ല നമുക്ക് ബാക്കി, കാരണം സീസണൽ അനുസരിച്ചാണ്. ചിലതെല്ലാം എനിക്ക് ഓൾറെഡി ഫിനിഷ്ഡായി, എൻ്റെ സീസൺ ഫിനിഷ്ഡ് ആയതുകൊണ്ട് പിക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. ബാക്കിയെല്ലാം നമുക്കകത്ത് വന്നിട്ട് നോക്കാം. നമ്മൾ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇവിടെ മുൻകൂട്ടി ഉണ്ടല്ലോ, ടിക്കറ്റ് മുൻകൂട്ടി എടുത്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർ പേഴ്സൺ 250 ആണ് ചാർജ്. അതും എനിക്ക് തോന്നുന്നു നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് അതിൽ നിന്ന് ക്യാഷ് കുറയ്ക്കും, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് ലാസ്റ്റ് എന്താവും നോക്കാം. കാരണം കുട്ടികളൊക്കെ സ്ട്രോബെറിയൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ എന്താ പറയുക, സെയിലിന് വെച്ചേക്കുന്നതാണ്. ഇവിടെ തന്നെ ഉണ്ടായി, ഇവിടെ തന്നെ അവർ സെയിലിന് വെക്കാം കേട്ടോ. അപ്പുറത്തൊക്കെ ബ്ലൂബെറിയും സ്ട്രോബെറിയും എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഷോപ്പ് പോലെ ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസും എല്ലാം ഇവിടെ തന്നെ ഉണ്ടായതാണെന്ന് തോന്നുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പാലും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ഗിഫ്റ്റ് ഷോപ്പ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മളവിടെ പോയി പേര് പറഞ്ഞു. അപ്പോൾ എത്ര ബാസ്ക്കറ്റ് വേണമെന്ന് ചോദിച്ചു കേട്ടോ. 2 എണ്ണമാണ് നമ്മളെടുത്ത്, 2 പേർക്ക് കൂടിയിട്ട് ഓരോന്നോരോന്ന്. ഇത് 2 ബാസ്ക്കറ്റായിട്ടാണോ കൊടുക്കുക, അതോ ഇത് ഒരൊറ്റ ബാസ്ക്കറ്റോ? ഒരു ബാസ്ക്കറ്റിൽ ഓ, അപ്പോൾ 2 കിലോളം കയറുന്നു. ഇത് എന്ത് വേണമെങ്കിലും ഇടാമല്ലോ അല്ലേ അതിനകത്ത്? സ്ട്രോബെറി തന്നെ ഇടണമെന്നില്ലേ? എന്താ ഈ സാധനം ഈ സാധനമല്ല ഇത്, അവർ ഈ സാധനം എടുത്തരും മിക്കവാറും. ആ കാർഡ് അതിനകത്തോട്ട് നിറച്ചിട്ട് ആ കാർഡ്ബോർഡ് നമുക്ക് എടുത്തരും. അതായത് എത്രയുണ്ടെന്ന് അവർ വെയിറ്റ് നോക്കും. ആ വെയിറ്റിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് അവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് അവർ സ്ട്രോബെറി നമുക്ക് കഴിക്കാൻ തരും, അല്ലെങ്കിൽ തിരിച്ചു തരും. ഇവിടെ ആക്ച്വലി റൂൾ അനുസരിച്ചിട്ട് ഇതിനകത്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനകത്തുണ്ട് സ്ട്രോബെറി. ഇത് നമുക്ക് ആക്ച്വലി പൊട്ടിച്ച് സാമ്പിൾ പോലെ കഴിച്ച് നോക്കാമെന്നല്ലാതെ കുറേ എടുത്ത് കഴിക്കരുതെന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെയാണോ ബാഗ് സ്ട്രോബെറി? ടു ഗുഡാ? ആ ഇനിയുണ്ട് സച്ചുമ, അപ്പുറത്ത് സ്ഥലമുണ്ട് കേട്ടോ, നമുക്ക് അവിടെ പോയി നോക്കാം. ഇപ്പോഴേ നിറച്ചാലേ ചിലത് ഞാനതാ നോക്കിയേ, ചിലതിൻ്റെ കളറ് കണ്ട ഭയങ്കര റെഡ്, നല്ല റെഡ്. അത് കുഴപ്പമില്ല എൻ്റെ പൊന്ന്, ഇറ്റ്സ് ഓക്കേ. മറ്റേ ഇതില്ലേ പോർട്ടബിൾ മിക്സിയില്ലേ, അത് കൊണ്ടുവന്നിട്ട് കുറേ എടുത്തിട്ട്, മറ്റേ ഇലക്ട്രിക്കല്ല, മനസ്സിലായോ? അങ്ങനെ അടിച്ച് ജ്യൂസ് അങ്ങോട്ട് എടുത്ത് കുടിച്ചിട്ട് അല്ലേ വയറ് നിറച്ച് കഴിച്ചിട്ട് കൊണ്ടുപോകാം. കുറേയൊക്കെ ഇങ്ങനെ പച്ചയാണ്. സ്ട്രോബെറിക്ക് പൂവുണ്ടാവില്ല, എനിക്കിപ്പോൾ അറിയണം. ആ പൂവിൻ്റെ ഉള്ളിൽ കൂടെയാണോ സ്ട്രോബെറി? ഇവിടെ ഇങ്ങനെ കുറേ റോസ് ഉണ്ട്, ഓരോ റോകൾ. അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ കുറേ റോ. ഇതെന്താ, ഇത് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ? എന്താണ്ട് ഫിനിഷായ എന്തോ സംഭവം. സ്ട്രോബെറി അല്ല അത് തോന്നുന്നു, കാരണം ഫുള്ള് വാടി അല്ലേ? ആണോ? സ്ട്രോബെറി തന്നെയാണോ? ഫുള്ള് പോയി, ഉണങ്ങി. അതിൻ്റെ അതെങ്ങനെയാ? സ്ട്രോബെറി തന്നെ കണ്ട. അപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞു, അതിൻ്റെ ഹാർവസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഈ ഒരു സമയങ്ങളിലെല്ലാം ഇത്രയും നടും, അത് കഴിഞ്ഞിട്ട് അടുത്ത സമയം അങ്ങനെയെന്ന് തോന്നുന്നുണ്ട്. ഇത് ഈ സ്ഥലം നാളെ ക്ലോസ് ആവുമേ, നാളത്തെയും കൂടി ഉള്ളൂ സ്ട്രോബെറി പിക്കിങ്. നമ്മളെല്ലാം ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ വരുന്നത് കൊണ്ട് നമ്മൾ ലാസ്റ്റായിട്ട് എത്തിയേക്കണം, തലേ ദിവസം എത്തി അങ്ങനെ. അപ്പോൾ നാളെ ക്ലോസ് ആവും. പക്ഷെ എന്നാലും അത്ര തിരക്കൊന്നുമില്ല. പക്ഷെ അപ്പുറത്ത് ഫാമിലൊക്കെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് 2 സെക്ഷൻ പോലെയാണ്, സ്ട്രോബെറിയുടെ പിക്കിങ് ഒന്ന്, പിന്നെ ഫാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തോട് തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് അത്ര തിരക്ക് കുറവാണ്.
ഇലയൊക്കെ കളഞ്ഞിട്ടിട്ടോളാം, ഇനി അതിൻ്റെ വെയിറ്റും കൂടി വരണ്ട. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് സ്ട്രോബെറി ഒക്കെ നമ്മൾ പിക്ക് ചെയ്തു കേട്ടോ. സ്ട്രോബെറി പിക്ക് ചെയ്തു. ഇനി കണ്ട ഇത് ഒരു ബോക്സിലോട്ട് നമ്മൾ മാറ്റും. വെയിറ്റ് ഒന്നും എന്താ പറയുക ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 2 എണ്ണത്തിലേക്ക് ഇട്ടേക്കുന്നതാണ്. ഇല്ലെങ്കിൽ വെയിറ്റ് കൂടുമ്പോൾ അനുസരിച്ച് നമ്മൾ കൊണ്ടുപോയി പേ ചെയ്യണമല്ലോ. അപ്പോൾ ഇനി അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ കുറേ ഉണ്ട് കേട്ടോ. റാസ്ബെറി കുറേ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ എണ്ണത്തിൻ്റെ സീസൺ കഴിഞ്ഞു പോയതുകൊണ്ടാണ് ചിലതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കിയ സമയത്ത് ബ്ലൂബെറി ബ്ലാക്ക്ബെറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പുറത്തൊന്നും ചെന്ന് നോക്കാം ഇനി നമുക്ക്. അതുണ്ടെങ്കിൽ മറ്റേ ബോക്സിൽ അത് നിറയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. സച്ചു എക്സൈറ്റഡ് ആണോ സച്ചു? സ്ട്രോബെറിയൊക്കെ നല്ല ഇഷ്ടം പോലെ കഴിക്കുക. ഇഷ്ടമായാ? ഞാൻ ഓടുവേ. പോണം നോക്കുക. അവളാണ് നമ്മുടെ കാരണവന്മാർ. അയ്യോ റെഡ് കളറാണോ ഡ്രസ്സ്? ബുള്ളാണത്? അമ്മേ റെഡ് കളറുണ്ട് കേട്ടോ. അയ്യോ ഇടയ്ക്ക് എന്തിനാ പടക്കം പൊട്ടിക്കണേ? കുറച്ചു നേരമായി പൊട്ടണു. പക്ഷെ എന്നാലും ഈ ബുള്ളിൻ്റെ കാര്യം പറഞ്ഞിട്ട് പൊട്ടിയപ്പോൾ പേടിച്ചു. ഇവിടെ ബ്ലൂബെറിയോ ബ്ലാക്ക്ബെറിയോ ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ നടന്നിട്ടുണ്ട്. വേറൊരൊറ്റ മനുഷ്യനെ കാണാനില്ല. ഉണ്ടാവും നോക്കാം. ഇവിടെ അടക്കം ഉണ്ട് തോന്നുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഉണ്ടല്ലേ? എന്തുവാണോ എന്തോ അല്ല. ആ റെഡ് കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച എന്തോ ആണെന്നല്ല. അത് ഇല ചുമന്ന് പോയതാ. ഇല്ല വെറുതെ അല്ല അവരൊന്നും വരാഞ്ഞ്, നമ്മൾ മാത്രം വന്നത്. എവിടെ അകത്ത്? കടയിൽ കയറി നോക്കാൻ. ഇവിടെ ഇതിൻ്റെ അകത്തോ? അതിൻ്റെ തന്നെ 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 ഉണ്ട് 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 ഉണ്ട്. ഇതെന്ത്? ബ്ലൂബെറി. ബ്ലൂബെറീസ് ഉണ്ട്. ആൾക്കാരുണ്ടോ? ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചില്ല. ബ്ലാക്ക് അല്ല, ബ്ലൂബെറി. അങ്ങനെ നമ്മൾ ബ്ലൂബെറി കണ്ടുപിടിച്ചു. ബ്ലാക്ക്ബെറി അവിടെയും ഇവിടെയും ഒരെണ്ണാക്കിയേ കണ്ടുള്ളൂ. അതിൽ കൂടുതൽ ഈ സൈഡിൽ കണ്ടില്ല. ഇനി അപ്പുറത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. ബ്ലൂബെറിയുടെ കൊയ്ത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാണിച്ചിട്ടും കൂടെ ഇത്രയും എടുത്തു കഴിഞ്ഞു. പപ്പ പറക്കണമെന്ന് നോക്കട്ടെ. നിരക്ക കൈ നിറയേ ബ്ലൂബെറി തരാം. എന്താടി അതിൻ്റെ ഇടയിൽ കൂടെ സ്ട്രോബെറി എടുത്ത് കഴിക്കുക? നിന്റെ ഡ്രസ്സിലൊക്കെ ആക്കിയാ നീ സ്ട്രോബെറി? ഫുള്ള് ഓസ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ. എനിക്കൊന്നും അവിടെ പൈപ്പ് ഓപ്പൺ ആക്കുമ്പം ഡ്രിപ്പായി എല്ലാത്തിനും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലേ സച്ചു? എന്താണ് മോർ സ്ട്രോബെറിയോ? അതിൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് ആരാണ്ടും വെയിറ്റ് കുറയ്ക്കുന്നു. പടക്കം പൊട്ടിച്ചാളെ കണ്ടെത്തി. ഇതാ ഇതൊരു മെഷീനാണ്, സ്കാറ്റർ ബേർഡ്. അപ്പോൾ ഈ ബേർഡ്സ് വന്നിരിക്കാതിരിക്കാൻ വേണ്ടി ടൈമർ വെച്ചിട്ടായിരിക്കണം അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇനി ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വല്ലതും ഉണ്ടാവുമോ? ഒന്ന് പാസ് ചെയ്ത് നോക്കി. എനിക്ക് പാസ് ചെയ്യാൻ വയ്യ. ആണെങ്കിൽ ഒച്ചേക്കാലത്തത് അത് പഴുത്തട്ടില്ലേ? അത് പച്ചയാ. ഇതിവിടെ നോക്ക് പഴുത്തത്. പ്ലം ആണ്. നിങ്ങളുടെ വാ കാണിച്ചു തരാം. അയ്യോ ഞാൻ നോക്കി വെച്ച സാധനം പോയി. അതെ കണ്ടോ
പീച്ചല്ല, അത് പ്ലമ്മ. ഇന്നലെ നമ്മൾ കൽക്കി സിനിമ കണ്ടു. കൽക്കി സിനിമ കണ്ടത് നമ്മുടെ അശ്വതാമ ഇവിടെ ഇരിപ്പുണ്ട്. അശ്വങ്കിൾ ഇത് മുന്തിരി പോലത്തെ എന്താ പറയുക, പ്ലം എന്ന് എഴുതി വെച്ചേക്കണം. പക്ഷെ നോക്കി വേറെ ലുക്ക്. പ്ലം ആണെന്ന്, പക്ഷെ വേറെ വെറൈറ്റി. നേരത്തെ കണ്ട പ്ലം കണ്ടോ ഇവിടെ കണ്ടോ, ഇവിടുത്തെ പ്ലം നോക്ക്, വേറെ ടൈപ്പാ. കണ്ടോ ഇതിൻ്റെ പച്ചപ്പ് എന്ന് പറഞ്ഞാലും പച്ച കളറായിരിക്കുന്നേ ഉള്ളൂ. ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക, ബ്ലാക്ക്ബെറി പറിച്ചപ്പോൾ ചെറിയൊരു മുള്ള് കൈ കൊണ്ടതിൻ്റെ ഇതാണ് കൈ പിടിച്ചിടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഓടിയന്നെ. അപ്പം നമുക്ക് നേരെ അവിടെ ഷോപ്പിൽ ഒന്ന് കയറി നോക്കാം. ഇത് വെയിറ്റ് ചെയ്യണം, അതിന് മുമ്പ് ഇത് വെയിറ്റ് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എല്ലാം ഫ്രഷ്ലി സംഭവങ്ങളാണല്ലോ, അപ്പോൾ ചെന്ന് നോക്കി നോക്കാം. ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് നമുക്ക് അങ്ങനെ പിന്നെ വൈൻഡപ്പ് ചെയ്ത് നമുക്ക് പോവാം. വെതർ വാർണിംഗ് ഉണ്ട്, ഭയങ്കര കാറ്റ്. ഇന്നലെയും ഇന്നുമായിട്ട് നല്ല കാറ്റായിരുന്നു. അല്ല, ഈ വീഡിയോ വരുമ്പോൾ കാറ്റൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര ഇതാണ്. എന്നിട്ട് നമ്മുടെ അവിടെയൊക്കെ ഓരോരുത്തരുടെ ഇന്നലെയൊക്കെ നമ്മുടെയൊക്കെ ഭിന്ന റോട്ടിലായിരുന്നു, അതൊക്കെ എടുത്തോണ്ട് വന്നു. പിന്നെ ചിലവരെ വീട്ടിൽ നിന്ന് ബുഷ് കടയോടെ പറഞ്ഞ് വേറെ വീട്ടിലോട്ട് ചെന്ന് എത്തിപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് കണ്ടു. പേ ചെയ്യാൻ പോവാണ് കേട്ടോ. ഡേറ്റ് നോക്കിയിട്ട് നമ്മളത് പേ ചെയ്യാൻ പോവാം. ഞാനത് സോൾഡ് ആക്കി. എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അറിയോ? കേട്ടോ, എല്ലാം ടോട്ടൽ 15 സംതിങ്. 15. പിന്നെ നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ എന്താണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ 10% ഫ്രീ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ സ്ട്രോബെറി പിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ സീസൺ നോക്കി പോകണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം ചില സീസൺ കഴിയുമ്പോൾ എല്ലാം ക്ലോസ് ആവും. ഇവിടെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക്ബെറിയൊക്കെ ക്ലോസ് ആയതായിരിക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ ഓരോ വെബ്സൈറ്റിലും കയറിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.